നമുക്ക് സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 സ്ലൈസ് സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ വശങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ കട്ട് ചെയ്യണില്ല, അല്ലാതെ തന്നെയാണ് തയ്യാറാക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള കുക്കുംബർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി മുറിച്ചത്, പിന്നെ ഒരു ചെറിയ സവാള മുറിച്ചതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കാവുന്നതുള്ളൂ. നിങ്ങൾക്ക് ലെറ്റസ് വേണമെന്നുണ്ടെങ്കിൽ ലെറ്റസ് ചേർത്ത് കൊടുക്കാം, അതുപോലുള്ള വെജിറ്റബിൾസ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത് എല്ലാം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എത്ര ബ്രെഡ് സ്ലൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മുട്ടയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഇത് മതി, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് മൊസറല്ല ചീസാണ് കേട്ടോ. അപ്പോൾ മൊസറല്ല ചീസ് തന്നെ വേണമെന്ന് നിർബന്ധത്തിൽ ഏത് ടൈപ്പ് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസ് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ. ചീസിനൊന്നും അങ്ങനെ അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ബട്ടറിന് പകരം നിങ്ങൾക്ക് ഏത് എണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കണതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ബട്ടർ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ബട്ടർ കരിഞ്ഞു പോരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കാവുന്നതുള്ളൂ. ഞാൻ ജസ്റ്റ് കുരുമുളകും അതുപോലെ ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. എല്ലായിടത്തേക്കും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, എഗ്ഗ് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ബട്ടറിൽ എഗ്ഗൊക്കെ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ്ഗ് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള, അതായത് ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ സോൾട്ടഡ് ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ്. ഇപ്പോൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ സോൾട്ടഡ് ബട്ടർ ആയിരിക്കുമല്ലോ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് വരാം. ഇപ്പോൾ കണ്ടോ, ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം. എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 3 സ്ലൈസസ് ആണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് ടോസ്റ്റ് ആയിട്ട് വരട്ടെ. ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ പോലെയോ ഇതിൻ്റെ പുറം ഭാഗം. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം കണ്ടോ ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന്. അപ്പോൾ 2 സ്ലൈസിലും ചീസ് ഇടണ്ട, അതായത് 2 ബ്രെഡ് സ്ലൈസ് വെച്ചിട്ടാണല്ലോ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ ഒരു സ്ലൈസിൽ മാത്രം ചീസ് ഇട്ടാൽ മതി. ചീസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇറ്റാലിയൻ ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിഗാനോ ഫ്ലേക്സ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഈ ചീസിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുന്നത്. ഇനി ചീസ് ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോട്ടെ. അപ്പോൾ ബ്രെഡിൻ്റെ ഈ ഒരു ഭാഗം ചൂടായതിനു ശേഷം ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുമ്പോൾ ചീസ് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. ഈ 2 ബ്രെഡ് സ്ലൈസും ഞാനിപ്പോൾ ചീസ് ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പം നമ്മൾ 6 സ്ലൈസ് എടുത്തിട്ടുണ്ടല്ലോ, എല്ലാം കൂടി ഒരുമിച്ച് എന്തായാലും ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചീസ് മെൽറ്റായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിനിയിപ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിനി അവസാനം ഒന്നും കൂടി ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. പിന്നെ ഞാനിവിടെ ഈ ഒരു സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് മയണൈസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് മിക്സിയിൽ തയ്യാറാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ മയണൈസ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. വെജ് മയണൈസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതായത് ഗാർലിക് മയണൈസ് ആണിത്. അപ്പോൾ ആ മയണൈസ് ഒരു 3-4 ടേബിൾ സ്പൂൺ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. അതുപോലെ ചില്ലി ഗാർലിക് സോസ് ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പൈസി ആക്കണ്ട, ടൊമാറ്റോ കെച്ചപ്പ് മാത്രം മതിയാവും. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ. ഇനി നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്ത ഈ ഒരു ബ്രെഡ് സ്ലൈസ് ഉണ്ടല്ലോ,
ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു മയണീസും അതുപോലെ ഈ ടൊമാറ്റോ കെച്ചപ്പും കൂടി നമ്മൾ മിക്സ് ചെയ്തെടുത്തില്ലേ, അത് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് തന്നെ എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ഓംലെറ്റ് ഇതിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം. ഓംലെറ്റ് വെച്ച് കൊടുക്കണം. പിന്നെ മയണൈസ് വേണമെങ്കിൽ ഒന്നും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലെയറായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് വയ്ക്കാം, മറ്റേ ലെയറായിട്ട് മയണൈസ് വയ്ക്കാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് മാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വെക്കുന്നില്ല, എല്ലാം ഓരോ സ്ലൈസാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് വെച്ച ഒരു ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മതി. അതുപോലെ ഇപ്പോൾ മയണൈസ് വേണമെന്ന് നിർബന്ധമില്ല. മയണൈസിന് പകരം ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്താലും മതി. നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചീസ് ഒന്നും കൂടി നന്നായിട്ട് മെൽറ്റായിട്ട് വരണം, അതുവരെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം. സിമ്പിൾ ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് തന്നെയാണ് കേട്ടോ. ചീസ് മെൽറ്റ് ആവണം, അത്ര തന്നെ മതി. പിന്നെ ബ്രെഡ് ഒന്ന് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരാം, അത്ര തന്നെ മതിയാവും. ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മതി. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം. ഇനി ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ബ്രെഡൊക്കെ നല്ല എന്താ പറയുക, നന്നായിട്ട് ടോസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി തന്നെയാണിത്. ഇപ്പം ഞാനിതും തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ട്. ഇതിലിപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഒന്നും വെച്ചിട്ടില്ല, ആകെ ചീസും മുട്ടയും ഒക്കെ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ മോന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുപോലുള്ള, അതായത് നേരത്തെ തയ്യാറാക്കിയ ഈ ഒരു സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് നമുക്ക് വിശക്കില്ല. കാരണം ബട്ടർ, ചീസ്, എഗ്ഗ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ സാൻഡ്വിച്ച് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്കപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.